വി കുഞ്ഞികൃഷ്ണന് ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരണം നൽകി. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്തൂർ. പയ്യന്നൂരിന്റെ പുതിയ MLA ആയി സ്ഥാനമേറ്റ വി കുഞ്ഞികൃഷ്ണന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരണം നൽകി. ചേംബർ ഭാരവാഹികളായ VP സുമിത്രൻ സ്വാഗതവും KU വിജയകുമാർ അധ്യക്ഷതയും വഹിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ചേംബറിന്റെ ഉപഹാരം കുഞ്ഞികൃഷ്ണന് കൈമാറി. കനത്ത പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റ് തിരുത്തുന്നതിന് പകരം കൂടുതൽ തെറ്റുകളിലേക്കാണ് CPIM നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് CV ബാലകൃഷ്ണൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ ഒരു പൊതു സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പോട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചിട്ട് ചർച്ചയിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പോട്ടെ, നമ്മളൊരു സമൂഹത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ട്. ആ മര്യാദകളാണ് ഇവിടെ തുടരെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇപ്പോഴുള്ള ഡോക്ടർ ബി ഇക്ബാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് അത് നിങ്ങൾ ഒരുപക്ഷെ പലരും വായിച്ചാണ്. അതിൽ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ ഈ ഭരണമുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേറ്റ വലിയ തിരിച്ചടിയുടെ ഒരു കാരണം അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള സാംസ്കാരിക നായകന്മാരാണ് എന്നുള്ളത്. ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നവർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാ തെറ്റുകളെയും കണ്ണടച്ച് അനുകൂലിക്കുക, വാഴ്ത്തപ്പാട്ടുകൾ എഴുതുക, സ്തുതിപ്പാടുകൾ നടത്തുക, ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക നായകനോ സാഹിത്യ പ്രവർത്തകരെന്നോ ബൗദ്ധിക മേഖലകളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർ എന്ന് പറയുന്നവരെ അനുഷ്ഠിക്കേണ്ട ധർമ്മം ഭരണാധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തികളായിട്ട് നിൽക്കുകയും ഒരു തിരുത്തൽ ശക്തികളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത്. അവരുടെ കടമ അതാണ്. പക്ഷേ അതിനു പകരം ഏതൊരു തെറ്റിനെയും ന്യായീകരിക്കുന്നവരായിട്ട്, ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്നവരായിട്ട്, ഏത് ക്രൂരകൃത്യങ്ങളെയും ന്യായീകരിക്കുന്നവരായിട്ട് മാറും. സംസ്ഥാന സെക്രട്ടറി സലീം രാമനാട്ടുകര മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ചേംബർ ഓഫ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ടെക്സ്റ്റൈൽസ് അസോസിയേഷനും MLAക്ക് പ്രത്യേക അനുമോദനങ്ങൾ കൈമാറി. തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുന്നത് വരെ ഞാൻ വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടൊരു പ്രതികരണമുണ്ട്. പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞ കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായി എന്നതാണ് പോളിംഗിന് ശേഷം അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ വിജയപ്രതീക്ഷ കൗണ്ടിങ് തീർന്നപ്പോൾ അത് ശരിയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിലെ പാർട്ടി കൂടുതൽ തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരുടെ നിലപാട് സംബന്ധിച്ചൊക്കെ CV സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളത്തിലെ പ്രമുഖനായ കവി സച്ചിദാനന്ദ മാഷ് 3ാം തവണ
LDF അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നേതാക്കന്മാരെല്ലാം വളഞ്ഞിട്ട് ആശയപരമായി ആക്രമിക്കാനാണ് സന്നദ്ധമായി. തുടർച്ചയായി അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുഷിപ്പിക്കുമെന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ CV ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ മാഷ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ED റെയ്ഡ് നടന്നതാണ്. അപ്പം അതിനോട് എന്ത് സമീപനമാണ് കേരളത്തിലെ CPM നേതൃത്വം സ്വീകരിച്ചത് എന്നത് നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ്. ഇങ്ങനെയൊരു കോലാഹലം സ്വാഭാവികമായി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അന്വേഷണം അവർക്ക് നടത്താനുള്ള അധികാരമുണ്ട്. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. തെളിവ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ അന്വേഷണത്തിലൂടെ അവർ നടത്തിയത്. ഇടിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ശരിയായ നിലയിലാണത് പ്രവർത്തിക്കുന്നത് എന്ന ഒരഭിപ്രായം എനിക്കുമില്ല. കാരണം ഇന്നവര് വലിയ ക്രമക്കേടുകൾ നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അന്വേഷണത്തിലേക്ക് വന്ന ആളുകൾ പിന്നീട് രാഷ്ട്രീയം മാറിയപ്പോ ആ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു എന്നതും നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അന്വേഷണം നടത്താനുള്ള. ആ അന്വേഷണത്തിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. തെളിവില്ലാതെയാണ് നടപടിയെങ്കിൽ ഇപ്പോൾ കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിച്ചു, അത് കോടതി തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് വന്നു. തെളിവുകളില്ലാതെയാണ് EDയുടെ ഭാഗത്ത് നിന്ന് CBIയുടെ ഭാഗത്ത് നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ പരാമർശം പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ പോലും ഒരു ശരിയായ നിലപാടല്ല. എല്ലാം അക്രമത്തിലൂടെ മറികടക്കുക എന്ന ശൈലി കേരളത്തിൽ തിരുത്താത്തിടത്തോളം കാലം ആ പാർട്ടിക്ക് വളരാൻ സാധിക്കില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. MP തിലകൻ, J സെബാസ്റ്റ്യൻ, V നന്ദകുമാർ, AK ശ്രീജ, VKP ഇസ്മായിൽ, MK ബഷീർ, MK അനൂപ്, ഗീതാ രമേശ്, നന്ദിനി K ബാബുരാജ്, ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. P രാജീവൻ നന്ദിയും പറഞ്ഞു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓരോ വീടും ഓരോ സ്വപ്നങ്ങളാണ്. വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കുവാൻ AV അസോസിയേറ്റ്സ് നിങ്ങളെ സഹായിക്കും. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, കുഞ്ഞിമംഗലം ആൻഡ് കണ്ടോത്ത്. www.avinterior.com. For more details, call 9961339846.